പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുട്ടിയുടെ വീടും പഠിച്ചിരുന്ന സ്കൂളായ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ, കമ്മീഷൻ അംഗം കെ.കെ. ഷാജു എന്നിവർ സന്ദർശിച്ചു. നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് കെ.വി. മനോജ് കുമാർ പറഞ്ഞു. CBSE സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് കമ്മീഷൻ ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കുട്ടികൾക്ക് അവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഉള്ള വരെ കാര്യങ്ങളാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വിവിധ മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പങ്കിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. പ്രജിത്ത്, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ശ്രീകൃഷ്ണപുരം സ്കൂളിലേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല CBSE സ്കൂളുകളിലും സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഈ കേസിൽ ആശിർ നന്ദിയുടെ ആത്മഹത്യയിൽ ഇടപെടൽ എങ്ങനെയാണ്? ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നതിന് പിന്നാലെയാണ് സംഭവത്തിലെ അന്വേഷണവുമായി ബാലാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ്, ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കൂടാതെ തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ. മനോജ് കുമാർ, കമ്മീഷൻ അംഗം കെ.കെ. ഷാജു എന്നിവർ സന്ദർശിച്ചു. നിരവധി CBSE സ്കൂളുകളിലും സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർമാനും പറഞ്ഞു. മരണത്തെ തുടർന്ന് ഉണ്ടായാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ കൂടെ ഉള്ള സഹപാഠികൾക്കും സ്കൂൾ ബസ്സിൽ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകണം എന്നും ജില്ലാ ശിശു സംരക്ഷണ സമിതി യൂണിറ്റ് ചെയർമാൻ നിർദ്ദേശം നൽകി. കൂടാതെ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റുകൾ ഉറപ്പുവരുത്തണമെന്നും വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ കുട്ടിയുടെ പിതാവ് ബാലാവകാശ കമ്മീഷനെ രേഖാമൂലം പരാതിയും എഴുതി നൽകിയിട്ടുണ്ട്. ടോം, പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ടോം, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദിയുടെ ആത്മഹത്യയിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.